നമസ്കാരം ട്രേഡേഴ്സ്. ചരിത്രപ്രധാനമായ ഒരു പ്രത്യേകത ഉള്ള ഒരു ദിവസമായി മാറാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാത്ത ആളുകൾ പോലും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാണാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ റൂളിംഗ് പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷമാണ് എക്സിറ്റ് പോൾ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ബുള്ളിഷാണ്. 23,100 നമ്മളുടെ റീസെൻറ്റ് ഹൈ. നിഫ്റ്റിയുടെ ചാർട്ട് ജസ്റ്റ് നോക്കാം. 23,100 ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 2.5% ഫോൾ ചെയ്ത്, അഥവാ 500 പോയിൻ്റ് ഇടിഞ്ഞ് 22,547 നിഫ്റ്റിയുടെ സ്പോട്ട്. അതായത് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിലല്ല. കഴിഞ്ഞ ഏതാനും ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി ഏകദേശം ഒരു 6 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എഫ്ഐഎസിൻ്റെ ഹ്യൂജ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ടോപ്പിലല്ല, ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു 2.5% ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൊണ്ട് തന്നെ ഓൾ ടൈം ഹൈ തന്നെ ഇന്ന് ഓപ്പൺ ആകുമെന്നാണ് പൊതുവെ ആളുകൾ വിശ്വസിച്ച് പോകുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ 23,348 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഓൾ ടൈം ഹൈയുടെ മുകളിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതാണ് കാര്യം. ആളുകളെല്ലാം തന്നെ ഈ റൂളിംഗ് പാർട്ടി വരുമ്പോൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ഞാൻ പറയുന്നത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഇത്രയധികം സന്തോഷം, എനിക്കും സന്തോഷം ഉണ്ടാകുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്റ്റോക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ വില കൂടാനാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പപ്പാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. ആസ് ഓഫ് നൗ ഇപ്പോൾ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ കാണിച്ചത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ മാസീവായിട്ടുള്ളൊരു ഗ്യാപ്പപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫൻസ്, ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറുകൾക്കെല്ലാം തന്നെ വളരെ പോസിറ്റിവിറ്റി ഉണ്ടാകും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ആണോ കാര്യങ്ങൾ തീരുമാനിക്കുക? ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അല്ലല്ലോ. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നാളെയല്ലേ എന്ന് ചോദിച്ചാൽ, FIs പോലെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾ മേ ബി സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കാം. കാരണം US പോലും കഴിഞ്ഞ തവണ ഹിലാരി ക്ലിൻ്റൺ ജയിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എക്സിറ്റ് പോളുകൾ പറഞ്ഞു. അതിനുശേഷം ജയിച്ചത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ ഫണ്ട് ഹൗസുകളെല്ലാം തന്നെ വെയിറ്റ് ചെയ്തേക്കാം നാളെ. പക്ഷേ റീറ്റെയിലേഴ്സും എല്ലാം തന്നെ കനത്ത ബൈയിങ് തുടരും. ഓൾറെഡി തന്നെ മോഡലിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് പോയതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഒരു 600 പോയിൻ്റ് ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഇപ്പോൾ നമുക്ക് സ്റ്റിൽ കാണുന്നത്. അപ്പോൾ എനിവേ വലിയ ഫേസ് പോലെയുള്ള ആളുകൾ നാളെ ആയിരിക്കും അവരുടെ ആക്ഷൻ കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ അവർക്ക് വേണം. അവരുടെ ഒരു നിയമം അതായിരിക്കാം, അവരുടെ ഒരു സ്ട്രാറ്റജി അതായിരിക്കാം. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ശക്തമായിട്ട് റാലി ചെയ്യുമ്പോൾ ഓപ്ഷനിൽ എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, മേ ബി ഇലക്ഷൻ്റെ ഒരു അൺസർട്ടനിറ്റി കൊണ്ടാണല്ലോ വിക്സ് ഒരു 24 എത്തിയത്. അഥവാ ഏകദേശം 170% സ്പൈക്ക് ചെയ്തത്. 10 ഉണ്ടായ വിക്സ് 24 എത്തിയത് ഈ ഒരു അൺസർട്ടനിറ്റി കൊണ്ടാണ്. എങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ ഒരു വിക്സ് കൂൾ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നല്ല, ഇന്നും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയം എല്ലാം തന്നെ വലിയ രീതിയിൽ ഫോൾ ആകും. അത് ഒന്നാമത്തെ കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ ഇനി മറ്റൊരു കാര്യമുള്ളത് FIസിൻ്റെ ഒരു ആക്ടിവിറ്റീസാണ്. FIസിൻ്റെ ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ മാസം 3,500 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് ആണ്. പക്ഷേ അത് നമുക്ക് സാധൂകരിക്കാൻ പറ്റുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഷനാണ്. അടുത്തുള്ള ചൈനീസ് മാർക്കറ്റ് വാല്യൂഷൻ കുറവാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ചൈനീസ് മാർക്കറ്റ് 10% സ്പൈക്കായി. അപ്പോൾ ഇവിടുന്ന് ഫണ്ട് അവിടെ നിന്ന് മാറ്റി എന്നുള്ള ഒരു വാദം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അവർ സെല്ല് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വാദം. എന്നാൽ വേറെ ഒരു വാദം പറയുന്നത് FIs ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഹ്യൂജ് ഷോർട്ടാണ്. FIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ 86% അവർ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇൻഡെക്സ് ഫ്യൂച്ചർ. കാണാം, ഡേറ്റ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതും പറയുന്നത് FIs മണ്ടന്മാരല്ലല്ലോ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ. അവർ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ നടത്തുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഷോർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം. അപ്പോൾ എനിവേ എല്ലാത്തിനും 2 വശങ്ങളും 2 കാര്യങ്ങളും 2 വ്യൂസും ഉണ്ട്. മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. ഒരു സൈഡ് ബയേഴ്സ് മാത്രം ഉണ്ടാകുമെങ്കിൽ സെല്ല് ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ. ഒരാൾ
വിചാരിക്കും ഇതാണ് ബെസ്റ്റ് പ്രൈസ് കയറാനെന്ന്, വേറെ ആൾ വിചാരിക്കും ഇതാണ് ബെസ്റ്റ് പ്രൈസ് ഇറങ്ങിപ്പോകാനെന്ന്. ഈ രണ്ട് കാര്യങ്ങളാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത് തന്നെയാണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാദങ്ങൾ എപ്പോഴും ഉണ്ടാവും. എനിവേ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവാണ്, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ്. ഇന്ന് എല്ലാ ആളുകളും നിക്ഷേപകരെല്ലാം തന്നെ സന്തോഷത്തിലാണ്. ഇതാണ് ഫാക്റ്റ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ 67,685, ഗോൾഡ് 2,324, ബ്രന്റ് ഓയിൽ $80 പെർ ബാരൽ, ഓസ്ട്രേലിയ പോസിറ്റീവ്, ചൈന ഫ്ലാറ്റ്, കൊറിയ പോസിറ്റീവ്, നിക്കി പോസിറ്റീവ്, ഡോ ജോൺസ് പോസിറ്റീവ്, ഇന്ത്യ വിക്സ് 24 ഉള്ളത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രധാനത്തെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് പൊതുവേ ഡിഫൻസ്, ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറുകളാണ് ബൈങ് കാണുന്നതെങ്കിൽ കൂടിയും ഇന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഇപ്പോൾ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് എല്ലാ മാസം ആദ്യം വരും. ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു. ഹീറോ മോട്ടോകോർപ്പ് സെയിൽസ് 4% ഡൗൺ ഉണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് സെയിൽസ് 2% അപ്പ് ഉണ്ടായിരുന്നു. ഇവരുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 2% സ്പൈക്ക്, പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 2% സ്പൈക്ക്. മാരുതി ഓവറോൾ സെയിൽസ് 2% ഡൗൺ ആണ് ഉള്ളത്. ഇനി ടി വി എസ് മോട്ടോഴ്സ് ഓവറോൾ സെയിൽസ് 12% അപ്പാണുള്ളത്. ഇതിൽ 2 വീലർ സെയിൽസ് 13% സ്പൈക്ക്, ഡൊമസ്റ്റിക് 2 വീലർ സെയിൽസ് 7% സ്പൈക്ക്. M&M ഓവറോൾ സെയിൽസ് 16% സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിൾ മാത്രം 31% സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കും ട്രാക്ടർ ബിസിനസ് ഉണ്ട്, ഇവർക്കും കൊമേഴ്ഷ്യൽ ബിസിനസ് ഉണ്ട്, അതും സ്പൈക്കാണ് ഉള്ളത്. അശോക് ലൈലാൻഡ് ഇവരുടെ ഓവറോൾ സെയിൽസ് 12% സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. എസ്കോട്ട് കുബൂത എന്ന് പറയുന്ന ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരുടെ സെയിൽസ് 6% ഫോളാണ്. പക്ഷേ മൺസൂൺ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ മൺസൂൺ കാരണം ട്രാക്ടർ മേഖലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇവരുടെ സെയിൽസിൻ്റെ ഇമ്പാക്റ്റ് നെക്സ്റ്റ് മാസമാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത. എനിവേ അദാനി പോർട്ട് ഇവർ ടാൻസാനിയ പോർട്ടായിട്ട് ഒരു വലിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. വെൽസ്പൺ കോർപ്പ് സൗദി അരാംകോ ആയിട്ട്, സൗദിയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ് സൗദി അരാംകോ, അവരായിട്ട് 3,670 കോടി രൂപയുടെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ദീപക് നൈട്രേറ്റ് ഏകദേശം ഒരു 1.5 crores നർമ്മദ തെർമൽ പവറിന് അക്യൂർ ചെയ്തു. കോൾ ഇന്ത്യ ഇവരുടെ കോൾ പ്രൊഡക്ഷൻ 7.5% ഒരു സ്പൈക്ക് കമ്പനി രേഖപ്പെടുത്തി. ആരതി ഫാർമ കമ്പനി ഇവരുടെ ഡോംബിവലിയിലുള്ള ഒരു പ്ലാന്റ് അവിടുത്തെ മഹാരാഷ്ട്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്ലോഷർ നോട്ടീസ്, അടയ്ക്കാനായിട്ടുള്ളൊരു നോട്ടീസ് കൊടുത്തു. ഈ ഒരു പ്ലാന്റിൽ നിന്ന് മാത്രം 1.87% സെയിൽസ് കമ്പനിക്ക് കിട്ടിയതായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. അതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്, ശ്രദ്ധിക്കുക. ലോകേഷ് മിഷൻ കമ്പനി ഇവർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു, എന്താണ് FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചർ അല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്, IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്. നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്. കമ്പനികളുടെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന റെക്കോർഡ് ഡേറ്റ് എന്നാണെന്ന് പല ആളുകളും സെർച്ച് ചെയ്യാറുണ്ട്, പല ആളുകളും മറ്റാളുകളുടെ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല, നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിവേ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഇതിന് നേരുന്നു. എല്ലാവരും ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും പുട്ടെടുത്ത ആളുകളുണ്ടാവാം, മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകളുണ്ടാവാം. അവരെ സംബന്ധിച്ച് ഒരു ഡാർക്ക് ഡേ ആയിരിക്കും ഇന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ആണ്. വലിയ ഈവൻ്റ് ഉണ്ടാകുമ്പോൾ ഒന്നാമത് ട്രേഡ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ വളരെ ഈ ഒരു എക്സിറ്റ് പോളിന് മുമ്പേ തന്നെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഇതായിരിക്കും റൂളിംഗ് പാർട്ടി ആയിരിക്കാൻ വരാൻ സാധ്യത എന്നുള്ളത് കാര്യം. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂ അല്ല. ഇപ്പം നമ്മളുടെ എക്സിറ്റ് പോള് ശനിയാഴ്ച 6 മണിക്കാണ് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വിദേശ എക്സിറ്റ് പോൾ കമ്പനികൾക്കൊക്കെ സർവേ നടത്തി അവരുടെ ചാനലിൽ ഇത് പബ്ലിഷ് ചെയ്യാമല്ലോ. അങ്ങനെ പബ്ലിഷ് ചെയ്തിരുന്നു ആക്ച്വലി. അപ്പോൾ കഴിഞ്ഞ ദിവസം അദാനി സ്റ്റോക്കുകളിൽ 5,000 കോടി രൂപയുടെ ബൈ ആണ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു.